നന്മകളിൽ ഒരു തരി പോലും നഷ്ടപ്പെട്ടു പോകാതെ അതിന്റെ പ്രകാശവും വെളിച്ചവും നമ്മുടെ നെഞ്ചകത്തിൽ സൂക്ഷിച്ചു വെച്ച് ഈ വരുന്ന ഒരു വർഷക്കാലഘട്ടത്തിലെ ജീവിതത്തിലേക്കുള്ള ഊർജമായി നാം അത് ഉപയോഗപ്പെടുത്തണം. പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ആഘോഷിച്ച് തീർക്കുന്ന ഒരു ഇടപാടിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആഘോഷിച്ച് നേടിയെടുക്കുക എന്ന ഒരു തിയറി നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും ആഘോഷത്തിന്റെ മറവിൽ പലതും നശിച്ചു പോകുന്നു, തീർന്നു പോകുന്നു. അങ്ങനെയല്ല, നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷിച്ച് നേടുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിന് ഒരുപാട് നന്മകൾ നേടിയെടുക്കാനുണ്ട്, സന്തോഷം നേടിയെടുക്കാനുണ്ട്, സ്ഥിരമായ ഒരു സന്തോഷം. ആ സന്തോഷം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിന് കിട്ടുന്ന വലിയൊരു സന്തോഷം, ആ സന്തോഷത്തിലൂടെ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഫിത്ർ സക്കാത്തുകളെല്ലാം കൊടുക്കുമ്പോൾ പാവപ്പെട്ടവന്റെ വീട്ടുപടിക്കൽ ചെന്ന് അവന്റെ വീട് വാതിൽ മുട്ടി ഫിത്ർ സക്കാത്തിന്റെ കിറ്റ് അവന്റെ വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ, കരങ്ങളിൽ കൊടുക്കുമ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും സന്തോഷവും കാണുമ്പോൾ നമ്മുടെ നെഞ്ചകം സന്തോഷിക്കണം, നമ്മുടെ ഹൃദയം സന്തോഷിക്കണം, നമ്മുടെ ആത്മാവ് വളരെയേറെ ആനന്ദിക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് നമ്മൾ സ്വതക്കകൾ ചെയ്യാം. കുട്ടികൾക്ക് നമ്മൾ പെരുന്നാൾപ്പണം എന്ന രീതിയിൽ ചെറിയ ചെറിയ സ്വതക്കകൾ ചെയ്യാം. ഇങ്ങനെ രാവിലെ തന്നെ കുളിച്ച് നല്ല പുതിയ വസ്ത്രം ധരിച്ച് അത്രയെല്ലാം സുഗന്ധമെല്ലാം പുരട്ടി നല്ല പുതുവസ്ത്രത്തിന്റെ നറുമണവും അത്തറിന്റെ സുഗന്ധവും എല്ലാം സമ്മേളിച്ച് നല്ല സുഗന്ധ പുഷ്പങ്ങളായി നമ്മുടെ മക്കളും നമ്മളെല്ലാവരും ഒരു ഫ്രഷായി നല്ലവരായി നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയി പങ്കെടുത്ത്, പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോയി നിസ്കാരത്തിലെല്ലാം പങ്കെടുത്ത് നമ്മുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും എല്ലാം വീടുകൾ സന്ദർശിച്ച് നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മൾ കയറി ചെല്ലാൻ സാധിക്കാതിരുന്ന വീടുകൾ, അങ്ങനെയുള്ള പല വീടുകളും നമ്മൾ കയറി സന്ദർശിച്ച് ആ ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിച്ച് അവരുടെ സുഖാന്വേഷണങ്ങൾ, ജീവിതത്തിന്റെ പല കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് കുശലങ്ങൾ പറഞ്ഞ് ബന്ധങ്ങൾ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ച് നല്ലൊരു പെരുന്നാൾ ആഘോഷിച്ച് നേടിയെടുക്കുന്ന ഒരു തിയറി ആയിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷം. അടിച്ചു പൊളിച്ച് ദൂർത്തടിച്ച് അങ്ങനെ എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഈ ആഘോഷത്തെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമ്മളിൽ സമ്മാനിച്ചു പോയ എല്ലാ നന്മകളും ഒരുപക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മളിൽ നിന്ന് ഇല്ലാതെ പോകും. അള്ളാഹു അത്രം ഹതഭാഗ്യവാന്മാരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ ചുറ്റുഭാഗത്തും കഴിയുന്ന ആളുകൾ, അയൽവാസികൾ, അവരിൽ ദരിദ്രരായ ആളുകൾ, അതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇവരെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു ദിവസത്തെ ബുദ്ധിമുട്ടെങ്കിലും മാറ്റിക്കൊടുക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് പോലെ എല്ലാം സാധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ കയറി ചെല്ലാൻ നമുക്ക് സാധിക്കാവുന്ന വീടുകളും ബന്ധങ്ങളും അതെല്ലാം കയറി ചെന്നുകൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള അതുപോലെ അത്യാവശ്യം യാത്രകൾ, അനുവദനീയമായ യാത്രകളുണ്ട്. അതും ഇസ്ലാമികമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള അനുവദനീയമായ യാത്രകൾ. സീറൂഫിൽ അർദ്, ഭൂമിയിൽ സന്ദർശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഓരോ ഭൂമിയുടെ പല സ്ഥലങ്ങളും നാം സന്ദർശിക്കുമ്പോൾ അവിടെയെല്ലാം ആ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറ്റി മനസ്സിലാക്കുവാൻ, ഇതെല്ലാം അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ ആ ശക്തിയും അതിന്റെ വലിപ്പവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള വിശ്വാസം നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ യാത്രകൾ കൊണ്ട് സാധിക്കണം. അതാണ് യാത്ര. നമ്മളെല്ലാം കാണുമ്പോൾ, നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അത്തരമൊരു ചിന്തയാണ്. പടച്ചവനെ സംബന്ധിച്ച് പടച്ചവനെ മറന്നുകൊണ്ടുള്ള ഒരു വിനോദയാത്രയാകാൻ പാടില്ല. അത് ഉണ്ടാക്കിയെടുക്കാൻ, ആ ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരിക്കണം നമ്മുടെ യാത്രകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യാത്രകൾ ചെയ്യാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതെല്ലാം നമുക്കുണ്ട്. അതിലെല്ലാം പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. പോസിറ്റീവിലേക്ക് നമ്മൾ കടന്നു വരിക, നെഗറ്റീവുകൾ മാത്രം പരമാവധി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.